മുണ്ടക്കൽ SKVA-LP സ്കൂൾ ശതാബ്ദി ആഘോഷവും 99ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്തൃ ദിനവും പൂർവാധികം ഭംഗിയായി കൊണ്ടാടി. രാവിലെ 11 മണിക്ക് നടന്ന പൊതുസമ്മേളനത്തിൽ PTA സെക്രട്ടറി പ്രീത KK സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് സൂര്യ സുര അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KK മിനി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. MP ഹൈബി ഈഡൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികളായ മിനി രാജു, KG ഡോണോ മാസ്റ്റർ, ഷിൽഡ റിബേറോ, സുജ നിരവധി പ്രമുഖർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. AV സഭാ പ്രസിഡന്റ് KC ഗോപി സമ്മാനദാനം നടത്തി. അധ്യാപകൻ വരുൺ K മാമ്പള്ളി നന്ദി പ്രകാശിപ്പിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വിശിഷ്ട വ്യക്തികളെ 1926 സ്ഥാപിതമായ നമ്മുടെ വിദ്യാലയം 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു വർഷക്കാലത്തെ ആഘോഷ പരിപാടികൾ നമ്മൾ ഇതിനായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടെ തന്നെ വെച്ചാണ് നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ നടത്തിയത്. അതിൽ നമ്മുടെ ഷീജ ടീച്ചർക്കുള്ള യാത്രയയപ്പും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഷീജ ടീച്ചർ നമ്മോടൊപ്പമില്ല. അതുപോലെ തന്നെ ഈ അധ്യയന വർഷം നമ്മുടെ വിദ്യാലയത്തിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന കുമാരി ഐറിൻ, അതുപോലെ നമ്മുടെ മുൻ മാനേജറായിരുന്ന ഹരിദാസ്, ഇവർ 3 പേരും നമ്മുടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ട്. ഇവരെല്ലാം ഷീജ ടീച്ചറുടെയും ഐറിൻ്റെയും ഹരിദാസ് സാറിൻ്റെയും ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നതോടൊപ്പം ഈ വിദ്യാലയത്തിലെ മൺമറഞ്ഞുപോയ എല്ലാ അധ്യാപകരെയും ഈ നിമിഷത്തിൽ സ്മരിക്കുകയാണ്. ഒരു വിദ്യാലയത്തിൻ്റെ 100ാം വാർഷികം എന്ന് പറയുമ്പോൾ അത് ആ വിദ്യാലയ ചരിത്രത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഒരു നാഴികക്കല്ലാണ്. അതുമാത്രമല്ല, അതിൻ്റെ അടിത്തറയും മൂല്യങ്ങളും എത്രത്തോളം ശക്തമായിട്ടുള്ളതാണ് എന്നതിനുള്ള തെളിവ് കൂടിയാണ്. ഈ പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെയധികം അഭിമാനവുമുണ്ട്. ഈ ആഘോഷ പരിപാടികൾക്ക് ഉടനീളം ദേവിയുടെ കൃപാകടാക്ഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ നമ്മുടെ ആഘോഷ പരിപാടികൾ ശതാബ്ദി ആഘോഷ ഉദ്ഘാടനം, 99ാം സ്കൂൾ വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം എന്നിവയാണ് നമ്മൾ ഇവിടെ ആഘോഷിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ ഇച്ഛാശക്തി ഉള്ളതുകൊണ്ട് മാത്രം പൂർത്തീകരിക്കാൻ കഴിഞ്ഞ തീരദേശ മേഖലയിൽ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന ചിന്തയോടുകൂടി ആരംഭിച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനം 100ാം വർഷത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഏറെ അഭിമാനം പകരുന്ന ഒരു കാര്യമാണ്. ഇതിന് തുടക്കം കുറിച്ച ഇതിൻ്റെ മുഴുവൻ പൂർവികരായിട്ടുള്ള ആളുകളെയും സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
സർക്കാർ ഇതര മേഖലയിൽ തുടങ്ങിയതാണ്. സർക്കാർ സ്കൂളുകളല്ലാതെ സാമുദായിക സംഘടനകൾ അവരുടെ വലിയ വിശാലമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും ഉചിതമാണ് വിദ്യാഭ്യാസമാണ് എന്ന് തിരിച്ചറിഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ കേരള മോഡൽ എന്ന് നമ്മൾ അഭിമാനിക്കുന്ന മാറി വരുന്ന സർക്കാരുകൾ പറയുന്ന കേരള മോഡൽ യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. ഒരിക്കലും സർക്കാരിന് മാത്രം പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല ആരോഗ്യ വിദ്യാഭ്യാസ മേഖല. അതിൽ എല്ലാ മതങ്ങൾക്കും സമുദായങ്ങൾക്കും അവരുടേതായ പങ്ക് ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ചിട്ടുണ്ട്. വൈപ്പിൻകര പോലെ അവികസിതമായിട്ടുള്ള ഒരു പ്രദേശം ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അമ്മമാർ ഈ അടുത്തുവരെ കാലിക്കുടങ്ങളുമായി ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് നടത്തിയ സമരങ്ങൾ, വാഴപ്പിണ്ടിയും വഞ്ചിയിലുമെല്ലാം സമരം നടത്തിയത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവിടുത്തെ ഗോശ്രീ പാലങ്ങളും ഇവിടുത്തെ മറ്റ് അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റ് നടക്കുകയാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് സബ്മിറ്റ് നടക്കുന്നത് വൈപ്പിൻ നിയോജകമണ്ഡലത്തിലാണ് എന്നുള്ളത്, വല്ലാർപാടം ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിലാണ് എന്നുള്ളത് ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെ നമുക്ക് ആലോചിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. അങ്ങനെ വികസനത്തിന്റെ ഓരോ പടവുകളിലും നമ്മുടെ സമൂഹത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിൽ വിദ്യാഭ്യാസം അവകാശമായത് വളരെ നേരത്തെ തന്നെയാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറയുന്ന വിദ്യാഭ്യാസ അവകാശ നിയമം എന്ന് പറയുന്ന ഭരണഘടന അനുശാസിക്കുന്ന അവകാശമായി മാറിയത് 2009-ലാണ്. അതിലെത്രയോ മുൻപ് തന്നെ ജാതിയുടെയോ മതത്തിൻ്റെയോ ജെൻഡറിൻ്റെയോ ഒന്നും വേർതിരിവില്ലാതെ വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കണമെന്ന ഏറ്റവും വിശാലമായ കാഴ്ചപ്പാടോടുകൂടി SKV LP സ്കൂൾ അടക്കമുള്ള മാനേജ്മെൻറ്റുകൾ ഞാറക്കലിൽ അവർ ആരംഭിച്ച വിദ്യാഭ്യാസ സ്ഥാപനം പോലുള്ള സ്ഥാപനങ്ങൾ സമൂഹത്തിൻ്റെ നന്മ മുൻനിർത്തി തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വിദ്യാലയത്തിന് എല്ലാ ഉറച്ച പിന്തുണയും വാഗ്ദാനം ചെയ്ത് ഹൈബീഡൻ സാറിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം അടുത്തതായി സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് സൂര്യയെ ക്ഷണിച്ചു. സ്കൂളിന്റെ ശതാബ്ദി ആഘോഷോദ്ഘാടനവും 99ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷകർത്താ ദിനവും ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. ഈ തന്നെ മുഹൂർത്തത്തിൽ അധ്യക്ഷത വഹിക്കാനായിട്ട് ഭാഗമായാണ് ഞാൻ കാണുന്നത്. ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പങ്കുണ്ട്. ഭാവിയിലും നമ്മളുടെ ഈ വിദ്യാലയം അറിവിന്റെ ദീപം എങ്ങും പരത്തി ഉയരങ്ങളിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ആഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടീച്ചേഴ്സ്, ഏറെ സന്തോഷത്തോടെ ഇവിടെ നിൽക്കുമ്പോൾ ഏറെ സന്തോഷം തോന്നുകയാണ്. ധൈര്യമായ ഒരു മുഹൂർത്തമാണ് ഇന്ന് 100ാം വാർഷികം. ഇതിൽ പങ്കാളികളാകാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കണം എന്നതാണ് നമ്മുടെ എല്ലാവരുടെയും താല്പര്യവും ഉദ്ദേശങ്ങളും. എന്നാൽ പൊതുവിദ്യാഭ്യാസ
സ്ഥാപനങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അതൊരു സത്യം തന്നെയാണ്. പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടാൻ പോകുന്നു എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ അങ്ങനെ അടച്ചു പൂട്ടേണ്ടതായ ഇത് വന്നിട്ടില്ല. പ്രസിഡന്റ് കൂടി ഇരിപ്പുണ്ട്, അതുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ എന്നാൽ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറച്ച് സ്കൂളുകളും ഉണ്ട്. എല്ലാവരുടെയും ധാരണ പൊതുവിദ്യാഭ്യാസത്തിൽ പഠിച്ചാൽ അറിവ് കുറവാണ് എന്നുള്ളതാണ്. എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, പഠിച്ച് നല്ല വിദ്യാസമ്പന്നരായി കഴിയുമ്പോൾ ഒരാഗ്രഹം ഗവൺമെന്റ് ജോലി കിട്ടണം, ഇല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം എല്ലാവർക്കും ഇല്ലേ? പഠിച്ച് വിദ്യാസമ്പന്നരായ എല്ലാവർക്കും ഒരു ആഗ്രഹവും ഗവൺമെന്റ് ജോലി കിട്ടണം എന്നുള്ളത്. ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്? വിവാഹമൊക്കെ കഴിയുമ്പോൾ തൻ്റെ മക്കളെ എവിടെയാക്കണം? ഗവൺമെന്റ് സ്കൂളാക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഉണ്ടോ? ഇല്ല. കണ്ട, എല്ലാവർക്കും അറിയാം എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണം, പക്ഷേ എൻ്റെ മക്കളെ ഞാൻ ഗവൺമെന്റ് സ്ഥാപനത്തിൽ പഠിക്കാൻ വിടില്ല. അതെന്താ കുഴപ്പം? ഗവൺമെന്റ് സ്ഥാപനം മോശമാണോ? സ്വയം ആത്മവിശ്വാസമില്ലായ്മ കൊണ്ടാണോ? ആ ചോദ്യം ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട് ഓരോരുത്തരോടും. ഞാൻ ഇവിടെ ആ ചോദ്യം ഞാൻ ഉന്നയിക്കുന്നില്ല, മറ്റുള്ളവരിലോട്ട് പോകുന്നില്ല. സ്വന്തം മനസാക്ഷിയോട് ചോദിക്കട്ടെ. ഞാൻ എൻ്റെ മക്കളെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, പൊതുവിദ്യാഭ്യാസം ഞാൻ പഠിച്ചത് പൊതുവിദ്യാഭ്യാസം മോശമല്ല. ഇന്ന് CBSE സ്കൂളുകളിൽ ഇടപിടിക്കുന്നത് പോലെയാണ് നമ്മുടെ SKV സ്കൂൾ, ഇല്ലേ? ആ കുട്ടികളുടെ യൂണിഫോമും അതും അവരെ പരിചയിക്കുന്നതും അവർ പോകുന്നതെ കാണുമ്പോൾ ഒരു CBSE സ്കൂളിൽ പോകുന്ന കുട്ടിയുടെ അതേ ലുക്കിൽ തന്നെയാണ്. എനിക്ക് പുറകെ ഒത്തിരി പേര് സംസാരിക്കാനുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ 100ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുന്ന നമ്മുടെ SKV സ്കൂളിൻ്റെ എല്ലാവർക്കും, HM, ടീച്ചേഴ്സ്, മാതാപിതാക്കൾ, നോൺ ടീച്ചേഴ്സ്, കുട്ടികൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്കേവർക്കും സന്തോഷിക്കാവുന്ന ഒരു ദിനമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 1926 സ്ഥാപിതമായ ഞാറക്കല്ലെ അക്ഷരമുത്തശ്ശി SKVA LP സ്കൂളിൻ്റെ 100ാം ജന്മദിനത്തിലേക്ക് കടക്കുകയാണ് നാം. ഇതോടനുബന്ധിച്ച് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പല ആഘോഷ പരിപാടികളും നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ഈ വേളയിൽ ഇതിൽ ഭാഗമാകാൻ എനിക്കും സാധിച്ചത്, കാരണം ഞാനും ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഏതൊരു വിദ്യാലയത്തിൻ്റെയും ഉയർച്ചയ്ക്ക് അവിടുത്തെ മാനേജ്മെൻറ്റും അതുപോലെ നല്ലൊരു PTA-യും ഉണ്ടാവണം. അത് ഞങ്ങൾക്കുണ്ട്. നല്ലൊരു മാനേജ്മെൻറ്റാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരാറുണ്ട്. സന്തോഷത്തിൽ നിങ്ങളുടെ ഒപ്പം സമ്മാനിക്കുന്ന കുട്ടികളോടൊപ്പം ഒന്ന് പങ്കുചേരും. ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് കടക്കുകയാണ്. സാധാരണഗതിയിൽ തന്നെ ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉത്സവം ഇടങ്ങുന്നപ്പോഴും തുടങ്ങിയ അവസാനം അത് നമ്മുടെ ഈ പ്രദേശത്ത് തീരുന്നത് നമ്മുടെ അഴീക്കലുള്ള മല്ലികാർജുന ക്ഷേത്രത്തിലാണ്. അറിയാം, ഇതിനിടയിൽ എത്രയോ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടന്നതൊക്കെ അവസാനിക്കുന്നത്. അതുപോലെ തന്നെയാണ്
ഈ വിദ്യാലയങ്ങളുടെ വാർഷിക ആഘോഷ പരിപാടികളിൽ കുറച്ച് ദിവസമായി ഞാൻ പണിയെടുക്കാൻ തുടങ്ങിയത്. ഇന്നിവിടെയാണ്. ഇന്നലെ നായരപ്പുറത്തെ ഗ്രാമർ സ്കൂളിലായിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്തും അതുമാതിരി തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം, ഈ ഒരു ദിവസം എല്ലാം മറന്നുകൊണ്ടിട്ട് ആഘോഷിക്കാവുന്ന ഒരു ദിവസമാണ്. ഇന്നാണ് മിക്കവാറും എല്ലാ അധ്യാപികമാരെയും നമ്മൾ ഒരേ രീതിയിൽ കാണുന്ന ദിവസം, ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ കാണുന്ന ദിവസം. അവരെ ഒരുപാട് ടെക്സ്റ്റൈൽ ഷോപ്പുകൾ കയറി ഇറങ്ങിയിട്ടാണ് യൂണിഫോം ഒരേ രീതിയിലുള്ള സാരി സംഘടിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇതിനൊക്കെ നന്നായിട്ട് അറിയാം ഈ രഹസ്യങ്ങളൊക്കെ. ഞാൻ എത്രയോ കാലം ഒരു പ്രധാന അധ്യാപകനായിരുന്നു. ഇതടുക്കുമ്പോൾ എൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ടീച്ചർമാരുടെ ഓട്ടോ നെട്ടോട്ടോ ഇടയ്ക്ക് കൊണ്ടുവന്നത് കാണിക്കുന്നത് എന്നെ രണ്ട് സാധനങ്ങൾ ചോദിക്കുമായിരുന്നു. അതിൽ ഏറ്റവും കുറവായ സാരിയെ ഞാൻ സെലക്ട് ചെയ്തിട്ട് പറയുള്ളൂ, ഇത് കൊള്ളാം. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കുട്ടികളും ആകെ സന്തോഷിക്കുന്നതാണ്. അതിന് ഇന്ന് യാതൊരു നിയന്ത്രണമുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണവും പാടില്ല. ഈ ഒരു ദിവസം അല്ലാത്ത ദിവസങ്ങളിലെല്ലാം നമ്മളെ അനുശാസിക്കുന്ന ഒരു വിദ്യാലയത്തിൽ ഗവൺമെന്റ് വിദ്യാഭ്യാസ വകുപ്പ് അനുശാസിക്കുന്ന രീതിയിലുള്ള അച്ചടക്കവും എല്ലാം പാലിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് വളരെയേറെ സന്തോഷത്തിൻ്റെ ഒരു ദിനത്തിലാണ്. കാരണം 1926 സ്ഥാപിതമായ ഈ സ്കൂളിൻ്റെ 100ാം ജന്മദിനത്തിലേക്ക് നടക്കുകയാണ്. ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ എല്ലാവരും തന്നെ ഈ സ്കൂളിൽ പഠിച്ച് അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളൊക്കെ ആയിരിക്കുന്ന കുറേയേറെ ആളുകൾ ഈ ഹാളിലുണ്ട്. അവർക്കെല്ലാം അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പണ്ടുകാലങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം ജനങ്ങൾക്ക് ഏക ആശ്രയമായ ഒരു സ്കൂളായിരുന്നു SKM സ്കൂൾ.